ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC PYQ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 28 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മുൻപ് ചെയ്ത വീഡിയോസ് പോലെ തന്നെ VFAയുടെ PYQ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരത്താണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മെഡിസെപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി, പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 ശരിയാണ്. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് P സതീദേവിയാണ്. ശരിയാണ്. തെറ്റായ പ്രസ്താവന രണ്ടാമത്തെയാണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു എന്നാണ് തന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുഗതകുമാരി ആയിരുന്നു. അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി 2 ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്റണി ഡൊമിനിക്. അടുത്ത ചോദ്യം, നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? പിത്തരസത്തിൽ എൻസൈമുകളില്ല. ശരിയാണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ: പ്രസ്താവന 1, പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, വൃക്കയല്ല. അടുത്തത്, പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം അന്നജത്തെ അല്ല, കൊഴുപ്പിനെയാണ് ചെറുതുണ്ടുകളാക്കി മാറ്റുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന അവസ്ഥയാണ്. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കയറി എല്ലാ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാം. PYQ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. താങ്ക്